ആ മുരളി വാ ഇരിക്കി. ആരാടി? സീതമ്മയോ ചേച്ചി? ഹലോ സീതമ്മേ. ആര്യമോളെ, മുരളി എവിടെയുണ്ടോ? ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഉണ്ട് സീതമ്മേ. കൊടുക്കണോ ഞാൻ? കൊടുക്കണ്ട, നീ പറഞ്ഞാ മതി. ഇവിടെ എന്റെ വീടിനടുത്തൊരു കുട്ടി, നമ്മുടെ തുളസിയുടെ കുഞ്ഞമ്മയുടെ മോള് പൂർണ്ണ ഗർഭിണിയാ. അവൾക്ക് പേറ്റുനോവ് തുടങ്ങി. ഒന്ന് ആശുപത്രി വരെ പോണം. ഇവിടെ ഈ നേരത്തെ വേറെ വണ്ടിയൊന്നും കിട്ടാനില്ല മോളെ. മുരളിയോട് പറഞ്ഞ് ഒന്ന് വണ്ടി കൊണ്ട് വരാമോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കാം. സീതമ്മ ഒന്ന് ഹോൾഡ് ചെയ്യും. മുരളിയേട്ടാ, സീതമ്മയുടെ ബന്ധത്തിലൊരു ചേച്ചിക്ക് പ്രസവ വേദന സീരിയസാ. അവരെ ഒന്ന് ആശുപത്രി കൊണ്ടുപോവാൻ വണ്ടി കൊണ്ട് ചെല്ലുമെന്ന് ചോദിക്കുന്നു. പോകാം, പിന്നെന്താ? ആ എവിടെ ചെല്ലണം ചോദിക്കും. സീതമ്മേ. കേട്ടു. എന്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞാ മതി. ഇവിടെ അടുത്താ. സീതമ്മയുടെ വീട്ടിൽ ചെന്നാ മതിയെന്ന് പറഞ്ഞു. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. കഴിച്ചിട്ട് പോടാ. വേണ്ട ഏട്ടാ, ഗർഭിണിയല്ലേ. എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിലാക്കുന്നതാ നല്ലത്. ഞാൻ വന്നിട്ട് കഴിച്ചോളാം. എന്തായാലും വിളമ്പി വെച്ചതല്ലേ, ഞാൻ കഴിക്കാം. ഇതെന്താ വലിയ ഒരു കാർഡൊക്കെ? നീ അറിഞ്ഞില്ലല്ലേ? നമ്മുടെ എക്സ് മേയർ വർമ്മ സാറിന്റെ കെയർ ഓഫിൽ കിട്ടിയ ബെസ്റ്റ് സംരംഭക അവാർഡാണ്. ഈ വർഷം അത് എനിക്കും അഞ്ജലിക്കൂടെ തരാൻ അവർ തീരുമാനിച്ചു. അതിന്റെ പ്രോഗ്രാം നോട്ടീസ് അത്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ് പ്രസാദേട്ടാ. താങ്ക് യു. ഈശ്വര, ഈ ഫംഗ്ഷനിൽ വരുന്നത് മേഘനാഥനാണല്ലോ. വലിയ കാർഡ് ശ്രദ്ധിച്ചു നോക്കിയില്ലെന്ന് തോന്നുന്നു. അല്ലാർതി, നീ എന്താ ആഹാരം കഴിക്കാത്തത്? നിങ്ങൾ കഴിച്ചോ. മുരളിയേട്ടൻ തിരികെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം. അല്ല, അതിപ്പോ കൊച്ചേട്ടൻ തിരിച്ചു വരാൻ ഒരുപാട് താമസിച്ചാലോ? ഈ ഗർഭിണി പ്രസവം എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോയാലേ ഭയങ്കര മെനക്കേടാണെന്നേ. ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങള് രണ്ടാൾക്കുള്ളതങ്ങ് എടുത്ത് മാറ്റി വെച്ചാ പോരെ? അത് ശരിയാ, ചില കുടുംബത്തിന് ഇത് പതിവാ. ഭർത്താവിന് കൊടുത്തിട്ടേ ഭാര്യ കഴിക്കൂ. അതാണ് ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന മര്യാദ. ആഹാ, ആരതി ചേച്ചി ഇപ്പോ കൊച്ചേട്ടന് മര്യാദ കൊടുക്കാൻ തുടങ്ങിയെന്നർത്ഥം. സൂപ്പർ. ഈശ്വര, വല്ലാത്തൊരു ധർമ്മസങ്കടം ആയല്ലോ ഇത്. വല്യേച്ചിയും പ്രസാദേട്ടനും നാഥൻ സാറിന് ബഹുമാനം കൊടുക്കുന്ന ഈ മനുഷ്യനാണ് കോട്ടയ്ക്കൽ മേഘനാഥനെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. നാഥൻ എന്ന പേരല്ലാതെ ആളിനെ വല്യേച്ചി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിരുന്നെങ്കിൽ ഈ അവാർഡ് വാങ്ങാൻ നേരിട്ട് മുന്നിൽ ചെല്ലാമെന്ന് സമ്മതിക്കില്ലായിരുന്നു. എന്ത് ചെയ്യണം? നേരിട്ടിപ്പ തന്നെ വലിയച്ചയെ വിളിച്ച് ഈ നാഥൻ മേഘനാഥനാണെന്ന്
ഏയ് അതുടൻ വേണ്ട. ചിലപ്പോ ആ സംസാരം പ്രസാദേട്ടനും അനിയന്മാരും പുഷ്പൻ ചേട്ടനും കേൾക്കും. വല്യച്ചിയോ ഞങ്ങളോ ഇതുവരെ വെളിപ്പെടുത്താത്ത തൃപ്പങ്ങോട്ട കഥകൾ പറയേണ്ടി വരും. ഏതായാലും അത് വേണ്ട. ആ, അവരുടെ ഫംഗ്ഷൻ നാളെയല്ലേ? ഈ രാത്രി വിളിക്കട്ടെ. അപ്പൊ തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന്. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അല്ല, മുരളിയേട്ടൻ പോയിട്ട് എപ്പോ വരുമെന്ന് ആലോചിക്കുമായിരുന്നു. മുരളിക്കും നിനക്കും കഴിക്കാനുള്ളത് അവിടെ എടുത്ത് മാറ്റി വെക്കുമല്ലോ നീ. വെച്ചോളാം ചേച്ചി. നന്നായി. ഇതാണ് മോളെ യഥാർത്ഥ ദാമ്പത്യം. ഭർത്താവിനോട് ചേർന്ന് നിന്നുള്ള ജീവിതം ആവണം നമ്മുടേത്. മുരളിയോട് ഇന്ന് നീ കാണിച്ച പരിഗണന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ കത്തി നിന്ന ഒരു തീ കെട്ടടങ്ങിയതുപോലൊരു ആശ്വാസമായിരുന്നു നിന്റെ ഈ പ്രവൃത്തി കാണുമ്പോ എനിക്കുണ്ടായത്. മുരളിയേട്ടന്റെ നന്മ എനിക്ക് ഇപ്പോഴാ ചേച്ചി മനസ്സിലായത്. എന്ത് നല്ല മനുഷ്യനെയാ ഞാൻ ഇത്രയും നാളും തെറ്റിദ്ധരിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. അതെ, അത് സത്യമാ. ഏത് രീതിയിൽ നോക്കിയാലും മുരളി നല്ലവനാ. എന്റെ കുട്ടിക്ക് അത് ഇപ്പോഴെങ്കിലും മനസ്സിലായത് ചേച്ചിക്ക് വലിയ സന്തോഷമായി. ഇന്ന് മുതലെങ്കിലും നീ അവനെ കൂടുതൽ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. പരസ്പര ഇഷ്ടവും വിശ്വാസവും ഇല്ലാത്ത ദാമ്പത്യം എണ്ണയില്ലാത്ത വിളക്ക് പോലെയാ. രണ്ടിനും കരിന്തിരി കത്തി കെട്ടുപോകാനാവും വിധി. അതെ ചേച്ചി, എല്ലാം നോക്കിയും കണ്ടും ജീവിക്കാനാ എന്റെ തീരുമാനം. ചേച്ചിക്ക് സമാധാനിക്കാം. ചേച്ചി പൊക്കോ. എൻ്റെ കൂടെ സുഭദ്രാമ ക്ഷമിക്കണം. എന്താടാ നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? എന്ത് പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? സുഭദ്രാമ എവിടെ? ഫോട്ടോ ഇങ്ങടുത്ത്. അവിടെ? നീ എന്തിനാ ഈ അർദ്ധരാത്രി അവിടെ പോയത്? താലി ഫോട്ടോ എടുത്ത് കളയാൻ പോയതാ സാറേ. റാസ്കൽ, ആ താലിയും ഫോട്ടോ അവിടെ ഇരിക്കുന്നതില് നിനക്കെന്താടാ ഛേദം? നിനക്കെന്താ അത്ര കടിയെന്നും? അയ്യോ അല്ല സാറേ, ചേതോ കടിയത് എനിക്കല്ല, ഈ ഭാര്യ. എനിക്കോ? പിന്നല്ല എനിക്കാ. അതുകൊള്ള സാറിന്റെ മനോനില തകരാറിലാക്കുന്നത് ആ താലിയും പടവുമാണെന്നും അതുകൊണ്ട് അത് അവിടെ നിന്നെടുത്ത് മാറ്റണമെന്നും ഈ ഭവാര്യം എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ നിന്നെ ഞാൻ മതി നാടകം. നിങ്ങളത് പറയൂന്ന് എനിക്ക് ഉറപ്പാ. മേഘനാഥ. അതെ, അതാ എന്റെ പേര്. പുരാണത്തിലെ മേഘനാഥൻ മായം കളിച്ച ശത്രുവിനെ തോൽപ്പിക്കുന്നെങ്കിൽ
എന്റെ യുദ്ധം നേരിട്ട മണ്ട് മണിച്ച നോക്ക്, മേലിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് എന്റെ സ്വകാര്യ സന്തോഷങ്ങളിൽ കയറി ഇടപെട്ടാൽ ഇവിടെ മേശക്കാത്തിരിക്കുന്ന തോക്ക് ഞാൻ എടുത്ത് പൊട്ടിക്കും. കുശിനിക്കാരനായിരുന്നെങ്കിൽ ഒരു പട്ടാളക്കാരന് തോക്കിനുള്ളിൽ അരിയുണ്ടോ അല്ലായിരുന്നോ എന്ന് നിനക്കറിയാലോ. മര്യാദക്കല്ലെങ്കിൽ നിന്റെ ഈ നെഞ്ച് ഞാൻ അരിപ്പ പോലെ ആക്കിക്കളെ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി പറയാനുള്ളത് നിങ്ങളോട്. ഇമാതിരി ഉപജാപങ്ങളുമായി എനിക്കെതിരെ ഇറങ്ങിയാൽ ഞാൻ ഇവിടെ ഈ ഹാളിൽ തന്നെ എന്റെ കൈ കൊണ്ടൊരു തൂക്കുമര ഒരുക്കും. അതിൽ തൂക്കുന്നത് നിങ്ങളെയാ. കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ വിശ്വസ്തയായ ഭാര്യ ഭവാനിയമ്മേ. അറിയാലോ, ഭാര്യാഘാതകനായി മാറിയവനാ ഞാൻ. ഇനി ഒരു മാതൃഘാതകനും കൂടി ആവാൻ നിങ്ങളായിട്ട് വഴിയൊരുക്കരുത്. കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. നേരത്തെ പറഞ്ഞില്ല എന്ന് വേണ്ട. വളരെ ലേറ്റ് ആയല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു അല്ലേ? നീ എന്താ ഉറങ്ങാത്തത്? ഹലോ മാഷേ, ഞാൻ നിങ്ങളുടെ ഭാര്യയാ. നിങ്ങൾ വരാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? എന്റെ ഉറക്കം അന്വേഷിക്കാതെ എന്താ ലേറ്റ് ആയതെന്ന് പറയും. ആ കുട്ടിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. കൂടെ സീതമ്മയും വേറൊരു സ്ത്രീയും മാത്രം. അങ്ങനെ പെട്ടെന്ന് അവരെ അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ പുറത്തേക്ക് പോകാനൊരു ആള് വേണ്ടേ? അങ്ങനെ വിശന്ന് അവിടെ തന്നെ നിന്നതാ. ഭാഗ്യത്തിന് എല്ലാ ഒടുവിൽ ഓക്കെയായി. അല്ല, നീ ആഹാരം കഴിച്ചായിരുന്നോ? ഇല്ല, നിങ്ങളില്ലാതെ എനിക്കെന്താ അത്താഴം? നിങ്ങൾ വരട്ടെ, വന്നിട്ട് കഴിക്കാന്ന് കരുതിയിരിക്കുമായിരുന്നു. വാ, പോയി കൈ കഴുകിയിട്ട് വാ, ഞാൻ എടുക്കാം. ഇവൾക്ക് ഇതെന്തു പറ്റി? കാട്ടിലകപ്പെട്ടപ്പോ വല്ല വനദേവതമാരെ ഇവളുടെ ശരീരത്തിൽ പ്രവേശിച്ചോ? എന്റെ ഈശ്വര, ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും സ്വപ്നമാവല്ലേ? വാ, നിനക്കോ? അപ്പോ ചേട്ടൻ കഴിക്കേ, ഞാൻ ഇരുന്നോളാം. ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ. ആ. എടി, മിണ്ടി പോരുത്. താൻ എന്ത് വിചാരിച്ചു എന്നെ പറ്റി? എല്ലാം മറന്ന് ഞാനൊരു മാതൃകാ ഭാര്യയായി മാറിയെന്നോ? എന്നാലേ ആ വിചാരം അങ്ങ് സ്വയം വെള്ളം തൊടാതെ വിഴിഞ്ഞാ മതി. ഞാനിപ്പോ ഒരു പുണ്യവതി ആയെന്ന് ഇവിടെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അതിന്റെ വെട്ടത്തില് ഞാൻ തന്നെ ഇടം വലം വിടാതെ പീഡിപ്പിക്കുന്നുള്ളത് ഉറപ്പാ. അനുസരണയുള്ള മാതൃകാ ഭാര്യയുടെ മുഖം മൂടി അണിഞ്ഞ് തന്നെ ഞാൻ അനുഭവിപ്പിക്കും. കാത്തിരുന്നോ, ഈ ആരതിയുടെ യഥാർത്ഥ മുഖം താൻ കാണാൻ പോകുന്നതേ ഉള്ളൂ.
എങ്ങനെയുണ്ട്? ഒരു ഫംഗ്ഷന് പോകുമ്പോ ഈ കേരള സ്റ്റൈൽ വേണോ അതോ സ്യൂട്ടും കോട്ടും ഇട്ട് സായിപ്പിന്റെ സ്റ്റൈൽ പിടിക്കണോ? മണിച്ചന്റെ അഭിപ്രായം എന്താ? ചൂട്ടുമുട്ട ബ്രിട്ടീഷ് ആടല്ലേ സാറേ, ഇതാണ് നല്ല നാടൻ. ഇപ്പൊ സാറിനെ കണ്ട തൃപ്പങ്ങോട്ട യുവരാജാവ് തന്നെ. തൃപ്പങ്ങോട്ടയല്ല, കോട്ടയ്ക്കലെ യുവരാജാവ്. തൃപ്പങ്ങോട് പിടിച്ചടക്കിയ കോട്ടയ്ക്കലിലെ രാജമേഘനാഥനെന്നും പറയാം. കോട്ടയ്ക്കലെങ്കിൽ കോട്ടയ്ക്കൽ, എവിടത്തെ ആയാലും രാജരക്തം തന്നെ, അതിലൊരു തർക്കവുമില്ല. പക്ഷെ ഈ പത്രാസൊക്കെ കണ്ട് തൊഴുതിരിക്കാൻ തൃപ്പങ്ങോട്ടാണ് ആളുകളുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പൊ ഇതൊക്കെ ആരാ ഉള്ളത്? ആരും താണ് വണങ്ങണ്ട മണിച്ച. മേഘനാഥൻ ഒരുങ്ങുന്നത് ആരെയും കാണിക്കാനുമല്ല. എന്റെ വേഷം വെറും ഷോ അല്ല, എന്റെ ഐഡന്റിറ്റിയാ. ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ? അതാണ് വേണ്ടത്, മനസ്സിലായോ? ആ എന്നാ ഇറങ്ങ. ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോ കറക്റ്റ് സമയമായിരിക്കും. ഓ വാ. മേഘ, നീ എങ്ങോട്ടാ? ഹിമാലയത്തിലൊന്ന് പോവുക, കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ എന്ന് കാണാൻ. എന്താ വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോവാം. മേഘ, ഞാൻ നിന്റെ അമ്മയാ, കളിപ്പിള്ളയല്ല തമാശ പറയാൻ. നിന്നെ പ്രസവിച്ചു എന്നുള്ള ഒറ്റ കാരണത്താല് നിങ്ങൾ ഇപ്പോഴും ഈ വീട്ടിനുള്ളിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പുറത്താക്കി ഗേറ്റ് അടച്ചേനെ. ദേ നോക്ക, ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ഇനി അന്വേഷിക്കരുത്. ഞാനെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത ചുവട് വെച്ചൊരു പാവയായിരുന്നു. പക്ഷെ എന്റെ സ്വന്തം ഇഷ്ടം വന്നപ്പോ നിങ്ങൾ അതിനെതിരായി. അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ എവിടെ പോകുന്നു, എന്തിനു ഭവാനിയമ്മ വിഷമിക്കണ്ട. മേഘൻ സാർ അടയ്ക്കാ പരുവം കഴിഞ്ഞ് കവുങ്ങായി വളർന്നതാണ്. ഇനിയും മടി വയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കൂല. പിന്നെ ഇപ്പോഴത്തെ ഈ തലതിരിഞ്ഞ സ്വഭാവത്തിനെല്ലാം കാരണം ഇവിടെ കുടിയിരുത്തിയ ആ പടവും അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ആ കറുത്ത തിലകുറിയാണ്. വനത്തിലെ മറ്റേ സ്വാമിയില്ലേ, കരകാണ്ട നാഞ്ചി നായ്ക്കർ, അയാൾ സുഭദ്രാമ്മയെ ആവാഹിച്ച് തളച്ചിരുന്ന ആ കറുത്ത പൊട്ട മേഘൻ സാർ തുടച്ചു മാറ്റിയത്. അതിൻ്റെ തുടർച്ചകളാണ് ഈ കാണുന്ന ശീലക്കേടിനെല്ലാം കാരണം. ആ തിലകം മായ്ച്ചു കളഞ്ഞില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം? അത് കഴിഞ്ഞു. അങ്ങനെ കഴിയൂ? മായ്ച്ചത് വീണ്ടും ചാർത്തണം, കട്ടി കൂട്ടി സ്ട്രോങ് ആയിട്ട്, അത്ര തന്നെ. അങ്ങനെ പറ്റുമോ? പറ്റാതെ പിന്നെ പൊട്ടും തിലകെ ഇനിയും തൊടിയിക്കാൻ ഭവാനിയമ്മേ. അവിടെ കാട് വരെ ചെന്ന് നായ്ക്കരൊന്ന് കാണണമെന്നേ ഉള്ളൂ. പക്ഷേ ആരാ ഈ കാട് അത്രയും താണ്ടി അവിടെ പോകാനുള്ളത്? മേഘം പോകില്ലല്ലോ. ഒരാവശ്യം വന്ന ആരാ ഭവാനിയമ്മ അവിടെ പോകാത്തത്? പ്രത്യേകിച്ച് ഈ ഞാൻ ചമ്പൽ വനപ്രദേശത്തിലെ കൊള്ളക്കാരുടെ ഗ്രാമങ്ങളിൽ കടന്നു എന്ന് കൊടും യുദ്ധം നടത്തിയ ഒരു വിമുക്ത ഭണ്ണാണ് ഞാൻ. ഭവാനിയമ്മ അത് മറക്കരുത്. ചമ്പൽ വനപ്രദേശത്ത് നീ ആരോടാ യുദ്ധം ചെയ്തേ? ഏതു കൊള്ളക്കാരോട്? അതൊന്നും ചോദിക്കരുത് ഭവാനിയമ്മേ. പറഞ്ഞു തുടങ്ങിയാലേ ഇന്ന് നേരെ ഇരട്ടിയാലും തീരൂല. നായക്കരെ കണ്ട് തിലകം ചാർത്താനുള്ള കൂട്ട് ജപിച്ച് വാങ്ങണമെങ്കിൽ പറഞ്ഞു, ഞാൻ പോയി ജപിച്ച് വാങ്ങിച്ചോണ്ടിരാം. ഇതായിപ്പോ തന്നെ. വനത്തിലൊക്കെ ഒറ്റയ്ക്ക് പോവാൻ മണിച്ചിന് പേടിയില്ലേ? അതിനാര് പോണ വനത്തിൽ? അയ്യോ, ആരൊറ്റയ്ക്ക് പോണ ഭവാനിയമ്മേ? അവിടെ കാണിക്കാരുണ്ട്. അവര് നമ്മളെ തോളിലെടുത്തോണ്ട് പോകും, നല്ല ചൂരൽ പല്ലക്കില്. തോളിലെടുത്തോണ്ട് പോവും? വേണ്ടി വന്ന തോളിലെടുത്തോണ്ട് പോകുമെന്ന്. അവിടെ ചൂരലുണ്ട്, ചെറിയ പല്ലക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മേഘൻ സാറ് പോയത് പല്ലക്കില്ലല്ലേ?
ഞാൻ പക്ഷെ നടന്ന് നടന്നു. നമുക്കിന്നെ കല്ലും മുള്ളുമൊക്കെ കാലിന് മെത്തയാണല്ലോ. പട്ടാളത്തിലെ ശീലം അത്ര തന്നെ. ഓ അങ്ങനെയാണെങ്കിൽ മണിച്ചൻ ആ നായ്ക്കരെ പോയി കണ്ട് ആ തിലകക്കൂട്ട് ഒന്നുകൂടി ജപിച്ചു തരാൻ പറയണം. നമുക്കത് കൊണ്ടുവന്ന് ഇവിടെ ചാർത്തിക്കളയാം. പിന്നെന്താ, അതൊക്കെ ചെയ്യാം. പക്ഷെ ചെലവുണ്ട്. കാശ് അതാണ് പ്രശ്നം. അത് പ്രശ്നമല്ല. കാശ് എത്ര വേണ്ടി വരുമെന്ന് പറഞ്ഞാൽ മതി. ആഹാ, അത് പിന്നെ 5000 പൂജയ്ക്ക് സാധനങ്ങളെല്ലാം ഒരു 10-25,000 രൂപ വേണ്ടി വരും. നായ്ക്കരും കാണിക്കാരും കുറച്ച് കോസ്റ്റ്ലി കക്ഷികളാ. ശരി, പണം ഞാൻ തരാം. മണിച്ചൻ പോയിട്ടോ. ആണാ, എപ്പോ പോയെന്ന് ചോദിച്ചാ മതി. എല്ലാം ഏറ്റ്. അയ്യോ, അടിച്ചു ലോട്ടറി. അയ്യോ, 50,000 പറയണ്ടായിരുന്നു. തക്കാലം മതി.